വളരെയധികം കോൺഫിഡൻസോടെ നിങ്ങൾ സംസാരിക്കുന്നു. സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതി ഹൈക്കോടതി അല്ലേ? ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഏത്? ഹൈക്കോടതി എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതി ഫോം ചെയ്യുന്നത് എപ്പോഴാണ് കുട്ടികളെ? കേരള ഹൈക്കോടതി ഫോം ചെയ്യുന്ന എപ്പോഴാണ്? കേരള ഹൈക്കോടതി രൂപം കൊണ്ട വർഷവും തീയതിയും പറഞ്ഞേ. കേരള ഹൈക്കോടതി ഫോം ചെയ്ത വർഷവും തീയതി. കേരള ഹൈക്കോടതി 1956 നവംബർ 1 കേരള ഹൈക്കോടതി 1956 നവംബർ 1. ഓക്കെ. കേരള ഹൈക്കോടതി ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം പറഞ്ഞേ. എറണാകുളമാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. കേരള ഹൈക്കോടതിക്ക് തിരുവനന്തപുരത്ത് ബെഞ്ചുണ്ടോ? കേരള ഹൈക്കോടതിക്ക് തിരുവനന്തപുരത്ത് ബെഞ്ചുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. കേരള ഹൈക്കോടതിക്ക് തിരുവനന്തപുരത്ത് ബെഞ്ചുണ്ടോ? കേരള ഹൈക്കോടതിക്ക് തിരുവനന്തപുരത്ത് ബെഞ്ചില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. തിരുവനന്തപുരത്ത് ബെഞ്ചില്ല. ഓക്കെ, ഞങ്ങൾ കേസൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബെഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരി, ക്ലിയർ ആണ്. ചിലപ്പം 1956 നവംബർ 1 എറണാകുളം, 1956 നവംബർ 1 എറണാകുളം, തിരുവനന്തപുരത്ത് ബെഞ്ചില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ശരി. ഇനി കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? കെ.ടി. കോശി അല്ലേ? കെ.ടി. കോശിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കെ.ടി. കോശിയാണ് അല്ലേ? കെ.ടി. കോശിയാണ്. ഓക്കെ, പി.ടി. ചാക്കോ ആരാ? പി.ടി. ചാക്കോ. ഹു ഇസ് പി.ടി. ചാക്കോ? പി.ടി. ചാക്കോ ആരാ? പി.ടി. ചാക്കോ കേരളത്തിലെ ആദ്യത്തെ ഓപ്പോസിഷൻ ലീഡറാണ് അല്ലേ? പ്രതിപക്ഷ നേതാവാണ്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി.ടി. ചാക്കോ. ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡറാണ് പി.ടി. ചാക്കോ. കെ.ടി. കോശിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി നിലവിലുള്ളത് 40ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതാരാണ്? നിലവിലുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? 40ാമത്തെ ആരാണ്? സൗമൻ സെൻ ആണ് അല്ലേ? സൗമൻ സെൻ ആണ്. 40ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കുട്ടികളെ? സൗമൻ സെൻ ആണ് അല്ലേ? സൗമൻ സെൻ. ഓക്കെ, സൗമൻ. നമ്മളെ നാട്ടിലെങ്ങാനാണ് ഈ പേരിട്ടിരുന്നെങ്കിൽ നമ്മൾ എന്നെ വിളിച്ച് എന്താ നോക്കായിരുന്നു? ഇദ്ദേഹം ഏത് നാട്ടുകാരനാ? സൗമൻ സെന്ന് ഏത് നാട്ടുകാരനാ കുട്ടികളെ? ഏതാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം? പറഞ്ഞേ, അദ്ദേഹം ഏതാ സംസ്ഥാനം? സൗമൻ സെൻ. സൗമൻ സെൻ വെസ്റ്റ് ബംഗാളുകാരനാണ്. ഇവിടെ കേരളത്തിൽ വരുന്ന മുമ്പ് അദ്ദേഹം കേരളത്തിൽ വരുന്നത് മുമ്പ് ഏത് സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം? കേരളത്തിൽ വരുന്ന മുമ്പ് ഏത് സംസ്ഥാനത്തിന്റെ? നമ്മളതിനെ സോമനാക്കും. കേരളത്തിൽ വരും മുമ്പ് മേഘാലയയുടെ 14ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആര് കുട്ടികളെ? മേഘാലയയുടെ 14ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സൗമൻ സെൻ കേട്ടോ. കേരളത്തിന്റെ 40ാമത്തെ ആളും കേരളത്തിന്റെ 40ാമത്തെ ചീഫ് ജസ്റ്റിസും മേഘാലയയുടെ 14ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം കേട്ടോ. വെസ്റ്റ് ബംഗാളാണ് സംസ്ഥാനം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു ചോദ്യം പറയണം. നിങ്ങൾ സുഖമില്ലാണ് പയ്യെ പറഞ്ഞു പോകുന്നത്. ഏതെങ്കിലും ഒന്നിട്ട് പറയണമെങ്കിൽ ചോദിച്ചാൽ മതിയെ. നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്,
വളരെ ഒരു സംസ്ഥാനത്തെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്ന ഒരാളെ പുറത്താക്കുന്നത് ഹൈക്കോടതിയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരു സംസ്ഥാനത്തെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അത് പുറത്താക്കുന്നത് കേരള ഹൈക്കോടതി അല്ല, ആ സംസ്ഥാനത്തെ ഹൈക്കോടതിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? വളരെ തിരുവാ, അത് ശരിയാണ്. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരാളെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. അത് പുറത്ത് വെച്ചോണേ. സംസ്ഥാന ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ പുറത്താക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? അതായത് നിങ്ങൾക്ക് കോടതികളിലാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതെങ്കിൽ, ഇപ്പൊ തന്നെ നമ്മുടെ അഞ്ജനയ്ക്ക് അപ്പോയിന്റ്മെന്റ് ആയി കോടതിയിലാണ്. അവർക്ക് പി എസ് സിയിൽ നമ്മൾ എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ നടത്തും. അവർ ഇന്റർവ്യൂ എന്ന രീതിയിലാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്. അതുപോലെ കോടതിയിലാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കോടതിയിൽ നമ്മൾ വീണ്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പോവേണ്ടി വരും. മനസ്സിലായ? കോടതികളിലാണ് പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും കുട്ടികളെ? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോവേണ്ടി വരും. ഇപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇപ്പൊ വിളിച്ചിട്ടില്ലേ? അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് OA ആയിട്ടൊക്കെ നിയമിക്കപ്പെടുന്ന ആൾക്കാർ, അവരെ പുറത്താക്കാനുള്ള അധികാരം അപ്പോയിന്റ്മെന്റ് വരും കേട്ടോ. അപ്പോയിന്റ്മെന്റ് വരും. ഒന്ന് അന്വേഷിച്ചോണേ കേട്ടോ, എന്താണ് കേട്ടോ, അപ്പോയിന്റ്മെന്റ് അയച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചോണേ കേട്ടോ. അഡ്വൈസ് വന്ന് 90 ദിവസമാണ് പറയുന്നത്. അഡ്വൈസ് വന്ന് 90 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് വരണമെന്നാണ്. അപ്പോയിന്റ്മെന്റ് വന്ന് 15 ദിവസത്തിൽ നമ്മൾ ജോയിൻ ചെയ്യണമെന്നാണ് നോർമൽ ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യം. കോടതിയുടെ കാര്യം അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വേറെ ഇഷ്യൂ ഒന്നുമില്ല, വരും കേട്ടോ. ഇപ്പൊ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് കുട്ടികളെ, ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ ഹൈക്കോർട്ട് OA ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ഹൈക്കോർട്ട് OA. മനസ്സിലായ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ഹൈക്കോടതിക്കാണ് കേട്ടോ. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. അത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണേ പിള്ളേരെ. ശരി. അടുത്ത്, സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. ശരിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കണ്ടേ? അംഗീകരിക്കണം. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കോടതികളും എന്ത് ചെയ്യണം കുട്ടികളെ? അംഗീകരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സുപ്രീം കോടതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം. സുപ്രീം കോടതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, പരമോന്നത നീതിപീഠം ഏതാ കുട്ടികളെ? സുപ്രീം കോടതിയാണ്. അത് കാരണം എന്താണ്? ഉയർന്ന നീതിപീഠം. ഓക്കെ, കോർട്ട് ഓഫ് റെക്കോർഡ് ആർട്ടിക്കിൾ ഏതാ? അത് വേറെയാണ്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ പ്രസ്താവനകള്, ഉത്തരവുകള്, വിധികളെല്ലാം ഒരു റെക്കോർഡായി സൂക്ഷിക്കുന്നതാണ് അർത്ഥം വരുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡിന്റെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. കോർട്ട് ഓഫ് റെക്കോർഡിന്റെ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. കോർട്ട് ഓഫ് റെക്കോർഡിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർക്ക് പറയാം? കോർട്ട് ഓഫ് റെക്കോർഡിന്റെ ആർട്ടിക്കിൾ. കോർട്ട് ഓഫ് റെക്കോർഡ്, സുപ്രീം കോടതിയുടെ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 129 ആണ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 129 ആണ്. ഓക്കെ അല്ലേ? കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 129 ആണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് സുപ്രീം കോടതിയുടെ എല്ലാ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. അത് വരുന്നത് ആർട്ടിക്കിൾ 141 വരുന്നത് കേട്ടോ. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതി പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികളും അംഗീകരിക്കണം. രാജ്യത്തെ എല്ലാ കോടതികളും അംഗീകരിക്കണം എന്ന് പറയുന്നത് 141 സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് 129 സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് 129 അതുപോലെ സുപ്രീം കോടതി 144 ആർട്ടിക്കിൾ 144 പ്രകാരം നമ്മുടെ രാജ്യത്തെ
രാജ്യത്തെ മുഴുവൻ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം. ആർട്ടിക്കിൾ 144 പ്രകാരം രാജ്യത്തെ മുഴുവൻ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും, അതിപ്പം സിവിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിക്കോട്ടെ, അതെല്ലാം ആർക്ക് സഹായകമായി പ്രവർത്തിക്കണം കുട്ടികളെ? സുപ്രീം കോടതിക്ക് സഹായകമായിട്ട് പ്രവർത്തിക്കണം. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഈ 3 ആർട്ടിക്കിൾ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 129 അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ എല്ലാ കോടതികളും അംഗീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് 141 സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ എല്ലാ കോടതികളും അംഗീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് 141 അതുപോലെ 144 രാജ്യത്തെ മുഴുവൻ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം. കാരണം പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കോടതികളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 144 അപ്പൊ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്, 141 സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു, 144 രാജ്യത്തെ മുഴുവൻ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം. അടുത്ത 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കുമോ? സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയും. സുപ്രീം കോടതിക്ക് ഒരു കൊളീജിയമുണ്ട്. ആ സുപ്രീം കോടതി കൊളീജിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസും മുതിർന്ന ജഡ്ജിമാരും ഉൾപ്പെടുന്ന സുപ്രീം കോടതി കൊളീജിയം. ആ സുപ്രീം കോടതി കൊളീജിയത്തിന് ബട്ടൺ ഊരിപ്പോയി. ബട്ടൺ മീൻസ് മാഗ്നറ്റ്. സുപ്രീം കോടതി കൊളീജിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ അത് 3 ശരിയാണ് എന്നതാണ് ആൻസർ കേട്ടോ. അത് 3 ശരിയെന്നാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റിൽ ഓക്കെ അല്ലേ കുട്ടികളെ? എടാ, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഞാൻ ഒരു സാധനം പോലും ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം പോലും ഞാൻ പറയുന്നില്ല. ഇതിപ്പം കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയുന്നതാണെങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. മനസ്സിലായ? നിങ്ങൾ പഠിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾ, പഠിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കി വിടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കണക്കിന് ഈസിയാണ്, പക്ഷെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷെ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. എല്ലാവരും അറ്റൻഡ് ചെയ്തേടാ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട് പോലെ വന്നു, അതായത് ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഡൗട്ട് ആർക്കെങ്കിലും വന്നായിരുന്നോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊരു ഡൗട്ട് ആർക്കെങ്കിലും വന്നോ പിള്ളേരെ? വന്നില്ലേ? ഏതിലാ വന്നേ? 45ാമത്തെ അമെന്റ്മെന്റിൽ വന്നില്ലേ? 45ാമത്തെ അമെന്റ്മെന്റിൽ വന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? നോക്കിക്കോട്ടികളെ, അതായത് 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.
44-ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി. അല്ല, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാ? അത് 2002-ലെ 86-ാം ഭേദഗതി. 2002-ലെ 86-ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എടുക്കാം. ആ ഒരു പോയിന്റ് കൊണ്ട് വെച്ചുകൊണ്ട് ഉത്തരം എടുക്കാം. കാരണം രണ്ടാമത്തെ തെറ്റായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം കുട്ടികളെ? നിങ്ങൾക്ക് ഈ പറയുന്ന ബി എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഈ പറയുന്ന മൂന്നിടത്തിലും രണ്ടാമത്തെ ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഉത്തരം എടുക്കാം. ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 3 എന്നാണ്. അടുത്ത 45-ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 45-ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പലർക്കും ഒരു പുതിയ ഡൗട്ട്, ഒരു പുതിയൊരു പോയിന്റ് ആയിരിക്കും, പുതിയൊരു ഡൗട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, എന്ത് സംവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്ത് സംവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്ത് സംവരണം കുട്ടികളെ? എന്ത് സംവരണം? എന്ത് സംവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്ത് സംവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? മറുപടി പറയൂ. എന്ത് സംവരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ, കറക്റ്റാണ്, പട്ടികജാതി പട്ടികവർഗ സംവരണം. പിള്ളേരെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 330 പ്രകാരം ലോകസഭയില് പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്. ലോകസഭയിൽ 84 സീറ്റും പട്ടികജാതിക്കും, 84 സീറ്റ് പട്ടികജാതിക്കും. ഒരു സെക്കൻഡേ, നാളെ ഉണ്ട്. എക്സൈസ് അഡ്വൈസ് വന്നാ? കൺഗ്രസ് മോനെ, കൺഗ്രസ്. അപ്പൊ മോഡലിനെ നീ ഇനിയിപ്പോ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ കേട്ടാ. ശരി. എത്ര വരെ പോയി? ഓക്കെ. അതുലിന് ചാൻസ് ഉണ്ടാ? എക്സൈസ് അവരുടെ ഫസ്റ്റ് ഡേയ്സ് അല്ലേ ഇത്? ശരി. നാളെ നീ വായേ, അപ്പൊ സംസാരിക്കാം. ഓക്കെ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സാറ് അടുത്ത ജോലിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് എക്സൈസിന്റെ അഡ്വൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എക്സൈസ് ഇനി അടുത്ത് സി പി ഒ 102-ാം റാങ്കാണ്, അതും വരും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, നോക്കിയോ കുട്ടികളെ. ഷെഡ്യൂൾഡ് ട്രൈബിന് 47, ഷെഡ്യൂൾഡ് ട്രൈബിന് 47 സീറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ആർട്ടിക്കിൾ 330 പ്രകാരം ലോകസഭയിൽ സംവരണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ആർട്ടിക്കിൾ 332 പ്രകാരം നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് കിട്ടാത്ത എന്താ? നിങ്ങൾക്കും കിട്ടും. പഠിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കല്ല, എനിക്ക് വയ്യ ഉപദേശിക്കാൻ. എനിക്ക് അഡ്വൈസ് ചെയ്യാനും മോട്ടിവേഷൻ ചെയ്യാനൊന്നും വയ്യ. ഓക്കെ, നോക്കിയോ. നിയമസഭകളില് പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 332 പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ സംവരണം ഇത് എല്ലാ കാലവും ഉണ്ടോ? എല്ലാ കാലവും ഉണ്ടോ കുട്ടികളെ? ഈ സംവരണം എല്ലാ കാലവും ഉണ്ടോ? ഈ സംവരണം എല്ലാ കാലവും ഇല്ല. മനസ്സിലായ? ഈ സംവരണം 10 വർഷത്തേക്കാണ് ഉള്ളത്. ആർട്ടിക്കിൾ 334 പ്രകാരം ഈ സംവരണം 10 വർഷത്തേക്കാണ്. 10 വർഷത്തേക്കാണ് ഈ സംവരണം. എത്ര വർഷത്തേക്കാണ് പിള്ളേരെ? 10 വർഷത്തേക്കാണ്. ഓക്കെ അല്ലേ? ഓരോ 10 വർഷം കൂടുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടത്തിക്കൊണ്ട്, ഓരോ 10 വർഷം കൂടുന്തോറും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഈ സംവരണം നീട്ടണം. അങ്ങനെ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ് ഇത് നീട്ടിയിട്ടുള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ 1960-ലെ 8ാമത്തെ അമെൻമെന്റ്, 1969-ലെ 23ാമത്തെ അമെൻമെന്റ്,
1980 45-ാം അമെന്റ്മെന്റ്, 1989 62-ാം അമെന്റ്മെന്റ്, 1999 79-ാം അമെന്റ്മെന്റ്, അതുപോലെ 2009 95-ാം അമെന്റ്മെന്റ്, 2009 95-ാം അമെന്റ്മെന്റ്. ഇനിയുള്ള അമെന്റ്മെന്റ് നിങ്ങൾക്കറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സംവരണം 10 വർഷത്തേക്ക് നീട്ടിയ ഇനിയൊരു അമെന്റ്മെന്റ് കൂടിയുണ്ട്. 95-ാമത്തെ അമെന്റ്മെന്റിന് ശേഷം സംവരണം 10 വർഷത്തേക്ക് നീട്ടിയ മറ്റൊരു അമെന്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഏതാണ്? പക്ഷെ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. കാരണം അത് എത്ര പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞതും പട്ടികജാതി പട്ടികവർഗ സംവരണം നീട്ടുകയും ചെയ്ത പട്ടികജാതി പട്ടികവർഗ സംവരണം നീട്ടുകയും ചെയ്ത ആ അമെന്റ്മെന്റ് ഏത് അമെന്റ്മെന്റാ പിള്ളേരെ? 2020 104-ാം അമെന്റ്മെന്റ്. 2020 104-ാം അമെന്റ്മെന്റ്. ഓക്കെ, ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം നിർത്തലാക്കുകയും പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക്, അതായത് 2030 വരെ 10 വർഷത്തേക്ക്, അതായത് 2030 വരെ നീട്ടുകയും ചെയ്ത അമെന്റ്മെന്റ്, 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 2030 വരെ നീട്ടുകയും ചെയ്ത അമെന്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് കുട്ടികളെ 2020 104-ാമത്തെ അമെന്റ്മെന്റ്. 2020 104-ാമത്തെ അമെന്റ്മെന്റ്. ഓക്കെ അല്ലേ? അപ്പം ഈ പറഞ്ഞ അമെന്റ്മെന്റുകളിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴ് പിള്ളേരെ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 330 പ്രകാരം പട്ടിക ജാതിക്കും പട്ടികവർഗത്തിനും സംവരണം കൊടുത്തിട്ടുണ്ട് ലോകസഭയിൽ. 332 പ്രകാരം നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗത്തിന് സംവരണം കൊടുത്തിട്ടുണ്ട്. അപ്പം 10 വർഷമായപ്പോൾ 60 ആയപ്പോഴ് 8-ാമത്തെ അമെന്റ്മെന്റിൽ വീണ്ടും 10 വർഷത്തേക്ക് നീട്ടി. 69 ആയപ്പോഴ് 23-ാമത്തെ അമെന്റ്മെന്റിൽ വീണ്ടും 10 വർഷത്തേക്ക് നീട്ടി. 80 ആയപ്പോൾ 45-ാമത്തെ അമെന്റ്മെന്റിൽ വീണ്ടും 10 വർഷത്തേക്ക് നീട്ടി. 89 ആയപ്പോൾ 62-ാമത്തെ അമെന്റ്മെന്റിൽ 10 വർഷത്തേക്ക് വീണ്ടും നീട്ടുന്നു. 99 ആയപ്പം 79-ാമത്തെ അമെന്റ്മെന്റിൽ വീണ്ടും 10 വർഷത്തേക്ക് നീട്ടുന്നു. അതുപോലെ 2009 ആയപ്പോൾ 95-ാമത്തെ അമെന്റ്മെന്റിൽ 10 വർഷത്തേക്ക് നീട്ടി. ഇപ്പൊ ഏറ്റവും ഒടുവിലായി 2020 104-ാം അമെന്റ്മെന്റ് പ്രകാരം 2030 വരെ നീട്ടി. 2020 104-ാം അമെന്റ്മെന്റ് പ്രകാരം 2030 വരെ നീട്ടി. അപ്പം ഇവിടെ നമുക്ക് ചോദ്യം വന്നത് ഇവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം 8, 23, 45, 62, 79, 95, 104 ഈ പറയുന്ന അമെന്റ്മെന്റുകളിലാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായ? ഇത് ചോദ്യം പാടല്ലടാ. ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ കൂടി ചോദ്യം പാടല്ല. നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? തെറ്റല്ലേ പിള്ളേരെ? സൂപ്പർ. ഓക്കെ, അപ്പം 330 പ്രകാരം പട്ടികജാതി പട്ടികവർഗ സംവരണം ലോകസഭ, 332 പ്രകാരം പട്ടികജാതി പട്ടികവർഗ സംവരണം നിയമസഭ, 334 പ്രകാരം 10 വർഷത്തേക്കാണ് സംവരണം. അത് നീട്ടണമെങ്കിൽ അമെന്റ്മെന്റ് ചെയ്യണം. ഓക്കെ, നീട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കുട്ടികളെ? അമെന്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കേരള നിയമസഭയില് 14 സീറ്റുകളാണ് പട്ടികജാതിക്ക്, 2 സീറ്റുകളാണ് പട്ടികവർഗത്തിന്. ആ 2 സീറ്റുകൾ എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ 2 സീറ്റുകളാണ്. നമുക്ക് ഈ സംവരണം, കേരള നിയമസഭയുടെ സംവരണം ചോദിച്ച എല്ലായ്പ്പോഴും ഈ 2 സീറ്റുകളാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാ? മാനന്തവാടി പട്ടികവർഗ സംവരണ സീറ്റുകൾ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയുമാണ്. കേട്ടോ. ബത്തേരി ഗണപതി വട്ടം. ഓക്കെ, മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടമാണെന്ന്? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടമാണെന്ന് എത്ര പേർക്ക് അറിയായിരുന്നു?
മുമ്പ് ഈ ഇലക്ഷൻ അല്ല 2021 നിയമസഭാ ഇലക്ഷനില് ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോഴ് ലെഫ്റ്റ് ആയിക്കോ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് NDA സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കും. മനസ്സിലായ? ഗണപതി വട്ടം എന്നാക്കും എന്നാണ് പറഞ്ഞത്. പേര് മാറിയാലും ഇല്ലെങ്കിലും അവിടത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അവിടെ ഒരു ആശുപത്രി ഇല്ല, ഒരു മെഡിക്കൽ കോളേജ് ഇല്ല, നല്ല ചികിത്സയുടെ ആശുപത്രി ഇല്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അത് അറ്റൻഡ് ചെയ്യുമെന്നല്ല പറയുന്നത്. ഞാൻ പേര് മാറ്റിയിട്ട് ഗണപതി വട്ടം ആ പേര് ഞാൻ തിരിച്ചുകൊണ്ടുവരാൻ പോണെന്നാണ് പറഞ്ഞത്. എത്രയൊക്കെ ഞാൻ അന്ന് ആലോചിച്ചാണ്, ഈ നാട്ടില് ജയിച്ചു വരണ അല്ലെങ്കിൽ മത്സരിക്കാൻ ഇറങ്ങണ ആൾക്കാർക്ക് എത്രത്തോളം ബോധമാണുള്ളതെന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ കിണ്ടിയെടുത്ത് കളഞ്ഞിട്ട് വല്ല വിവരമുള്ള ആൾക്കാരെയും പിടിച്ച് എന്ത് ചെയ്യണം, മത്സരിപ്പിക്കണം. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളുടെ അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇലക്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴും പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷൻ സംസാരിച്ചപ്പോഴ് ഞാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ച് പറയാൻ പോകണമെന്നാണ് പുള്ളി വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ ബോധവും വിവരവും ഉള്ളവനെന്ന് തോന്നവന് വോട്ട് ചെയ്യണം. ഇതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. മനസ്സിലായ? ഞാൻ വല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയത്തുമില്ല. മനസ്സിലായ? നമുക്ക് തോന്നണം നമ്മുടെ നാടിന് നല്ലത് ചെയ്യാൻ പോകണം. ഇപ്പൊ നമുക്കറിയാലോ ഇന്ന ആൾക്കാരാണ് സ്ഥാനാർത്ഥികൾ, കേട്ടാ. അപ്പൊ ആ പുള്ളി എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണ്, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പൊ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ന ആള് നല്ലെന്ന് പറയാം. നമുക്ക് തോന്നണം, ഓരോരുത്തർക്കും തോന്നണം. മനസ്സിലായി? നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ ഈ സലിം കുമാർ മരിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ മരണത്തെ പോലും വളരെ മോശമാക്കിക്കൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതാണ് ഈ ആൾക്കാരുടെ കണ്ണിനകത്ത്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പം പിണറായി വിജയനോ VD സതീശനോ രാജീവ് ചന്ദ്രശേഖരനോ അവര് പറയുന്നില്ല. ഈ രാഷ്ട്രീയ അണികളെന്നും പറഞ്ഞ് നടക്കുന്ന അന്നത്തിന് വകയില്ലാത്ത, സ്വന്തം വീട്ടിൽ കഞ്ഞി വേവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാർ, അവർക്ക് യാതൊരുവിധ ചിന്തയില്ല. അവരെ തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. നമ്മൾ അങ്ങനെ നിന്നു കൊടുക്കരുത്. നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ശരി തന്നെ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ടാകണം, നമുക്ക് നമ്മുടേതായ അഭിപ്രായം എപ്പോഴും ഉണ്ടാകണം, ഏതു കാര്യത്തിനായാലും. ഓക്കെ അല്ലേ? ശരി, അപ്പം മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയുമാണ് നമ്മുടെ കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ സീറ്റുകൾ എന്ന് പറയുന്നത്. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയുമാണ് പട്ടികവർഗ സംവരണ സീറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഇനി അടുത്ത 20 ലോകസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത്. 20 ലോകസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത്. ആ 20 ലോകസഭാ സീറ്റുകളിൽ 2 ലോകസഭാ സീറ്റുകളിലാണ് പട്ടികജാതി സംവരണമുള്ളത്. 20 ലോകസഭാ സീറ്റുകളിൽ 2 ലോകസഭാ സീറ്റുകളിലാണ് പട്ടികജാതി സംവരണമുള്ളത്. ആ 2 ലോകസഭാ സീറ്റുകൾ ഏതൊക്കെയാണ്? പട്ടികജാതി സംവരണമുള്ള 2 ലോകസഭാ സീറ്റുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ആലത്തൂര്, മാവേലിക്കര അല്ലെ? ആലത്തൂര്, മാവേലിക്കര, ആലത്തൂരും മാവേലിക്കര അല്ലെ? ഇവിടെ ആലത്തൂർ ഏത് ജില്ലയിലാ? ആലത്തൂർ ഏത് ജില്ലയിലാ? ആലത്തൂർ ഏത് ജില്ലയിലാ? പറയാമോ? ആലത്തൂർ ഏത് ജില്ലയിലാ? ആലത്തൂര് പാലക്കാടാണ്. അല്ലേ? പാലക്കാട്. ഈ ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്. ആരാണ്? ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവുണ്ട്. ആരാണ് ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആരാണ് വളരെ? ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന
സാമൂഹിക പരിഷ്കർത്താവ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയുടെ യഥാർത്ഥ പേര് ആർക്കെങ്കിലും പറയാവോ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് പറ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. നിങ്ങൾ ആലത്തൂരാണോ? അല്ല, ലോകസഭാ മണ്ഡലമാകുമ്പോ ജില്ല മാറി വരുമല്ലോടാ. ജില്ലയിലൊക്കെ മാറി ജില്ലയിൽ കയറി വരും. എടാ, കാരാട്ട് ഗോവിന്ദ മേനോൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പേര്? കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, ക്ലിയർ ആണ്. ശരി, മാവേലിക്കര ഏത് ജില്ലയിലാ? മാവേലിക്കര പറ വളരെ. മാവേലിക്കര ഏത് ജില്ലയിലാ? മാവേലിക്കര ആലപ്പുഴ ജില്ലയിലാണ്. മാവേലിക്കര നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു. മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? പിള്ളേരെ പറഞ്ഞേ. മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? മാവേലിക്കര ഉടമ്പടി 1753. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റിന് കീഴിലുള്ള ആദ്യത്തെ ഡാഷ് മ്യൂസിയം അതെവിടെയാണ്? ഇന്ത്യയിൽ ഗവൺമെന്റിന് കീഴിലുള്ള ആദ്യത്തെ ഡാഷ് മ്യൂസിയം ഏത്? ഡാഷ് മ്യൂസിയം ഡച്ചുകാര് പൂർണ്ണമായും അവരുടെ ആധിപത്യം അവസാനിക്കുന്ന മാവേലിക്കര ഉടമ്പടിയെ തുടർന്നാണ്. മാവേലിക്കരയിലാണ് ഒരു പ്രധാനപ്പെട്ട മ്യൂസിയം. 2025 ജൂലൈ സമയത്താണ് ആ ഒരു മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. എന്ത് മ്യൂസിയമാണ് കുട്ടികളെ? ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം, ഹണി മ്യൂസിയം കേട്ടോ. ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഹണി മ്യൂസിയം. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചത് അല്ലേ? ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയുള്ള ആദ്യത്തെ ഹണി മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളത് അത് മാവേലിക്കരയാണ് അല്ലേ? മാവേലിക്കര. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ശരി, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേടാ. ഭരണഘടന നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 46 ഡിസംബർ 9 നടന്നു. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രഥമ സമ്മേളനം 46 ഡിസംബർ 9 നടന്നു എന്നുള്ളത് ശരിയാണ്. സമ്മേളനം ഡിസംബർ 9 തന്നെയാണ് നടന്നത് അല്ലേ? ഡിസംബർ 9 തന്നെയാണ്. സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയി വരുന്നു. 1-3 പ്രസ്താവനകൾ മാത്രം. 1-3 പ്രസ്താവനകൾ മാത്രം എന്നതാണ് ആൻസർ അല്ലേ? ഓക്കെ പിള്ളേരെ, 389 292 93 4 എന്താണ് സംഭവം? 389 292 93 4 എന്താണ്?
കോൺസ്റ്റുവന്റ് അസംബ്ലിയിൽ ആകെ അംഗങ്ങൾ 389. ആകെ അംഗങ്ങൾ 389. 292 പേര് പ്രവിശ്യകളിൽ നിന്ന്. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന്. 4 പേര് എന്താ കുട്ടികളെ? 4 പേരെന്താ? 292 പേര് പ്രവിശ്യകളിൽ നിന്നാണ്. 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ്. 4 പേരെന്താണ്? 4 പേര് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്ന്. 4 പേര് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്ന്. ഓക്കെ. 17 3 എന്താ 17 മലയാളികൾ, 17 വനിതകൾ, 3 മലയാളി വനിതകൾ. 17 മലയാളികൾ, 17 വനിതകൾ, 3 മലയാളി വനിതകൾ. 3 മലയാളി വനിതകൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം? ആ 3 മലയാളി വനിതകള് ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ. അതില് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവർ എവിടെ നിന്നാണ്? മദ്രാസ് നാട്ടുരാജ്യത്തിൽ നിന്നും, മദ്രാസിൽ നിന്നും ഈ പറയുന്ന തിരുവിതാംകൂറിൽ നിന്നാണ് ആനി മസ്കറിൻ പോയത്, അല്ലെ? തിരുവിതാംകൂറിൽ നിന്നാണ് ആനി മസ്കറിൻ പോയത്. ഓക്കെ. ഇനി അടുത്ത 299, 229, 229, 70. 299, 229, 70. എന്താണ് 299? എന്താ പിള്ളേരെ? വിഭജന ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണം 299. വിഭജനത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗങ്ങളുടെ 299. 229 പേര് പ്രവിശ്യകളിൽ നിന്ന്. 229 പേര് പ്രവിശ്യകളിൽ നിന്ന്. 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന്. 299 പേര് വിഭജന ശേഷം ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്ത 229 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന്, അല്ല പ്രവിശ്യകളിൽ നിന്ന്. 70 പേര് നാട്ടുരാജ്യങ്ങൾ. 70 പേര് നാട്ടുരാജ്യങ്ങൾ. ഓക്കെ. 15 എന്താ 15? 15 എന്താ? 15 വിഭജന ശേഷമുണ്ടായിരുന്ന വനിതകൾ. 15 എന്ന് പറഞ്ഞാൽ വിഭജന ശേഷമുണ്ടായിരുന്ന വനിതകൾ. വിഭജന ശേഷമുണ്ടായിരുന്ന വനിതകളാണ് 15. ഓക്കെ. അടുത്ത 284, അതുപോലെ 284, അതുപോലെ 207. എന്താണ് ചോദ്യം? 284, 207 എന്താണ് ചോദ്യം? 284, 207 എന്താണ് ചോദ്യം? പിള്ളേരെ, 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്ത ആൾക്കാര്. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്ത ആൾക്കാരുടെ എണ്ണം 284. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. ഓക്കെ. ഒന്നുകൂടെ പറയണോ? ലെഫ്റ്റ് ആവണം, റെക്കോർഡ് കാണാം. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ. ഒന്നുകൂടെ പറയണോ കുട്ടികളെ? ഒന്നുകൂടെ പറയണോ? Tell me. ഒന്നുകൂടെ പറയണോ? ഓക്കെ ആണ്. ശരി. വേണോ?
ഓക്കെ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആകെ 389 പേർ, 292 പേർ പ്രവിശ്യകളിൽ നിന്ന്, 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്ന്, 4 പേര് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 389 കിട്ടും. 17 മലയാളികൾ ഉണ്ടായിരുന്നു, 17 വനിതകൾ ഉണ്ടായിരുന്നു, 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ആനി മസ്കറിൻ തിരുവിതാംകൂർ, അമ്മു സ്വാമിനാഥൻ മദ്രാസ്, ദാക്ഷായണി വേലായുധൻ മദ്രാസ്. 299 പേരാണ് വിഭജനശേഷം. അതിൽ 229 പേര് പ്രവിശ്യകളിൽ നിന്ന്, 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന്. വിഭജനശേഷം 15 വനിതകൾ. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്യുന്നു. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്യുന്നത് 284 പേര്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേര്. 207 പേര്. ഓക്കെ. ഒരേ ഒരു മുസ്ലിം വനിത ആരാണ്? ഒരേ ഒരു മുസ്ലിം വനിത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം വനിത ആരാ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം വനിത ആരാ? പറ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ആരാ കുട്ടികളെ? ബീഗം ഐസ്വാസ് റസൂൽ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ഒരേ ഒരു ദളിത് വനിത ആരാ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു ദളിത് വനിത ആരാ? ദളിത് വനിത. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ഒരേ ഒരു ദളിത് വനിത ആരാ? അത് ദാക്ഷായണി വേലായുധൻ. ഒരേ ഒരു ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ദാക്ഷായണി വേലായുധൻ. അങ്ങനെയെങ്കിൽ 1948 ഡിസംബർ 10 നടന്ന UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും 1948 ഡിസംബർ 10 നടന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും അതുപോലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും ഭാഗമായിട്ടുള്ള ഒരേ ഒരു വനിത ആരാണ്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെയും ഭാഗമായിട്ടുള്ള ഒരേ ഒരു വനിത ആരാ? ഹൻസ ജീവരാജ് മേത്ത. ഹൻസ ജീവരാജ് മേത്ത അല്ലെങ്കിൽ ഹൻസ ജീവരാജ് മേത്തയാണ് 1940 ഡിസംബർ 10 നടന്ന UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെയും ഭാഗമായിട്ടുള്ളത് ഹൻസ ജീവരാജ മേത്തയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, പ്രധാനപ്പെട്ട തീയതികൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണോ? നമ്പേഴ്സ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട നമ്പേഴ്സ് ആണ് ഞാൻ പറഞ്ഞു പോയത്. പ്രധാനപ്പെട്ട തീയതികൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണോ? കുട്ടികളെ. പ്രധാനപ്പെട്ട തീയതികൾ വേണോ വേണ്ടേ? യെസ് ഓർ നോ? അറിയാവോ എല്ലാ തീയതികളും? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേണമെന്നാണോ വേണ്ടെന്നാണോ? ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർമേഷൻ രൂപം കൊള്ളുന്നു. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. അതുപോലെ തന്നെ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ. ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ, ആദ്യ സമ്മേളനം. അടുത്ത് 46 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ.
ഓക്കെ, അടുത്ത 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിക്കുന്നു. 47 ജനുവരി 22 എന്താ സംഭവം? 47 ജനുവരി 22 ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ അംഗീകരിക്കുന്നു. ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ ആമുഖമായി അംഗീകരിക്കുന്നു. 47 ജൂലൈ മാസം 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. 47 ജൂലൈ മാസം 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. 47 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. ഓക്കെ, 47 ഓഗസ്റ്റ് മാസം 29 എന്താ സംഭവം? 47 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 47 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1949 നവംബർ മാസം 26 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിക്കുന്നു. 49 നവംബർ മാസം 26 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിക്കുന്നു. 1950 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ സൈൻ ചെയ്യുന്നു. ദേശീയ ഗീതം എന്നിവ അംഗീകരിക്കുന്നു. 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിലവിൽ വരുന്നു. പിന്നെ ദേശീയ ചിഹ്നം അംഗീകരിക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. ദേശീയ ചിഹ്നം അംഗീകരിക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും ഡേറ്റ് മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 46 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊള്ളുന്നു. 46 ഡിസംബർ 9 ആദ്യ സമ്മേളനം, സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ. 46 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ. 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ. അടുത്ത് 47 ജനുവരി മാസം 22 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അംഗീകരിക്കുന്നു ആമുഖമായിട്ട്. 47 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. 47 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 49 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിക്കുന്നു. 50 ജനുവരി 24 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗങ്ങൾ സൈൻ ചെയ്യുന്നു. ദേശീയ ഗീതം എന്നിവ അംഗീകരിക്കുന്നു. 50 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ പിള്ളേരെ? അത്രയും ഞാൻ പറഞ്ഞ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ നമ്പേഴ്സ്, മറക്കൽ. നിങ്ങൾ 3 കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഒന്ന്, ഞാൻ ആ പറഞ്ഞ നമ്പേഴ്സ്, ആ സംഖ്യകൾ പഠിച്ചിരിക്കണം. 2, ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾ പഠിച്ചിരിക്കണം. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കമ്മിറ്റികൾ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ കമ്മിറ്റികൾ, മേജർ മൈനർ കമ്മിറ്റികൾ. ഇത് 3 നിങ്ങൾ സെറ്റാക്കി പഠിച്ചിരുന്നാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ചോദ്യം വരും. ഓക്കെ അല്ലേ? പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി ആനുപാതിക പ്രാതിനിധ്യം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അതില് 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ് തിരഞ്ഞെടുത്തത്. 10 ലക്ഷം പേർക്ക് ഒരാളെന്ന രീതിയിലാണ് തിരഞ്ഞെടുത്തത്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ് കേട്ടോ. INC-ക്കാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ആർക്കെന്ന് കേട്ടുകഴിഞ്ഞാൽ INC-ക്കാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ?
ശരി, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഒരു ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതാ പിള്ളേർ? ആർട്ടിക്കിൾ. കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ ഏതാണ്? കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ ഏതാണ്? കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 പറയുന്നു, ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്, ഒരു കുറ്റത്തിന് ഒരു തവണ. ഓക്കെ. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഇന്നൊരു പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പം ഇന്നിപ്പോ 2026 ജൂൺ മാസം 12 തീയതി. ജൂൺ മാസം 12 11 എത്ര തീയതി? 11. ജൂൺ 11, സോറി 11 തീയതി. ജൂൺ 11 തീയതി. ഈ ജൂൺ 11 നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു. ജൂൺ 12 ഒരു നിയമം നിലവിൽ വരികയും ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഇന്നലെ ചെയ്ത ആ പ്രവൃത്തി തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കെതിരെ ആ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ കുറ്റം ചെയ്തിരിക്കുന്നത് ജൂൺ 11 കുറ്റമെന്ന് ജൂൺ 12 നിലവിൽ വന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കെതിരെ ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ആ പോയിന്റ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഓക്കെ. രണ്ടാമത്തത്. അടുത്ത, ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. തനിക്കെതിരെ കള്ളമൊഴി നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. കാരണം ഒരാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറ്റം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം ഇല്ല. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടു കാണുമല്ലേ? സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് ഈ ഗുണ്ടകൾക്ക് വില്ലന്മാർ ഓരോന്ന് ചെയ്യും. ആ വില്ലന്മാർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഹാജരായി പറയും ഞാനാണ് കുറ്റം ചെയ്തത്. അപ്പൊ അവിടെ വേറെ അന്വേഷണമൊന്നുമില്ല. ആ കുറ്റം ചെയ്ത ഒരാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ക്ലിയറാണ്. അപ്പം അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രതിയായി. അപ്പൊ നിങ്ങൾ ദൃശ്യം 2 സിനിമയില് നിങ്ങൾ കണ്ടു കാണും. അതായത് മോഹൻലാല് ആദ്യം പറയും എല്ലാ കുറ്റവും ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് മോഹൻലാലിനെ കൂട്ടിക്കയറ്റി എടുത്തത് മോഹൻലാല് പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായ? എന്നെ പോലീസ് പേടിപ്പിച്ച് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അവിടെ ആ അന്വേഷണം തീർന്നത് എങ്ങനെയാ? ഇപ്പം ജോർജ് കുട്ടി വന്ന് പറയാണ് ഞാനാണ് എല്ലാം ചെയ്തത്, എന്റെ അതിനുള്ള തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അയാളുടെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോഴ് ഒരു പയ്യ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് അപ്പൊ ഞാനൊരു അടി കൊടുത്തു, അടി കേട്ടപ്പോ ആള് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ. അത്തരം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കോടതി കയറിയിട്ട് ജോർജ് കുട്ടി പറഞ്ഞത് എന്നെ കൊണ്ട് ഇത് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് പാടില്ല. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി നിയമപ്രകാരമുള്ള നടപടിയിലൂടെ അല്ലാതെ ഒരാളുടെയും ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, നിയമപ്രകാരമുള്ള നടപടിയിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ആർട്ടിക്കിൾ 21 നിയമപ്രകാരമുള്ള നടപടിയിലൂടെ അല്ലാതെ ഒരാളുടെയും ജീവനെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കുറ്റം